ആലുവയിൽ കവർച്ച നടത്തി കടന്നുകളഞ്ഞ അന്തർ സംസ്ഥാന മോഷ്ടാക്കളെ അതിസാഹസികമായി പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആലുവ താലൂക്ക് പൗരാവകാശ സംരക്ഷണ സമിതിയുടെ ആദരവ്. പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ഉദ്യോഗസ്ഥരെ മെമന്റോ നൽകി ആദരിച്ചു. രാജസ്ഥാനിലെ അജ്മീറിൽ നിന്നും മോഷ്ടാക്കളെ അതിസാഹസികമായി പിടികൂടിയ റൂറൽ എസ്.പിയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിൽപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരായ എസ്.ഐ. ശ്രീലാൽ എസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ മുഹമ്മദ് അമീർ എൻ, മനോജ് കെ.എം, മാഹിൻ ഷാ അബൂബക്കർ, അഫ്സൽ വി.എ എന്നിവരെയാണ് ആലുവ താലൂക്ക് പൗരാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പൗരാവലി ആദരിച്ചത്. പൗരാവകാശ സംരക്ഷണ സമിതി പ്രസിഡന്റ് പി.കെ. മുകുന്ദന്റെ അധ്യക്ഷതയിൽ സെക്രട്ടറി സാബു പരിയാരത്ത് സ്വാഗതം ആശംസിച്ചു. റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അജ്മീറിൽ പോയി ആ പ്രതികളെ പിടികൂടുകയുണ്ടായി. അതിനിടയിലാണ് ആ കവർച്ചാ സംഘം, ആ മോഷ്ടാക്കൾ അവർക്ക് നേരെ വെടിയുതിർത്തിയതും അവിടെ ഒരു സംഘർഷം ഉണ്ടായതും. അതിനെല്ലാം നേരിട്ട ആലുവയിലെ പോലീസ് സ്ക്വാഡിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരായ ആ 5 ഉദ്യോഗസ്ഥരെ ഇവിടെ ഇന്ന് പൗരാവകാശ സംരക്ഷണ സമിതി അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്യുകയാണ്. പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് യോഗം ഉദ്ഘാടനം ചെയ്ത ശേഷം ഉദ്യോഗസ്ഥരെ മെമന്റോ നൽകി ആദരിച്ചു. കൊലപാതകങ്ങൾ, മോഷണം എല്ലാം ഇവിടെ നടക്കുകയാണ്. അന്ന് എല്ലാവരും പോലീസിനെ കുറ്റം പറയുകയാണ്. പലതവണ ഇവിടുത്തെ പോലീസ് കമ്മീഷണറെ മാറ്റിയിട്ടുണ്ട്. അതൊരു ശാശ്വതമായ ഒരു പരിഹാരമായില്ല. എന്നാൽ ഇപ്പോൾ ഉള്ള പോലീസ് വളരെ പ്രാപ്തമായ ആളുകളാണ്. വളരെ നന്നായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. ആലുവ മീഡിയ ക്ലബ് പ്രസിഡന്റ് ജോസി പി ആൻഡ്രൂസ്, ആലുവയിലെ വിവിധ സാമൂഹ്യ സംഘടനകളുടെ നേതാക്കളായ ചിന്നൻ ടി പൈനാടൻ, എ ഹംസക്കോയ, എം.എൻ. സത്യദേവൻ, വി.ഡി. രാജൻ, എടത്തല ഗ്രാമപഞ്ചായത്ത് മെമ്പർ അബ്ദുൽ കരീം, പൗരാവകാശ സംരക്ഷണ സമിതി ഭാരവാഹികളായ ജോൺസൺ മുളവരിക്കൽ, വി.എക്സ്. ഫ്രാൻസിസ്, നിസാം പൂഴിത്തറ, ഹനീഫ കുട്ടോത്ത്, മുഹമ്മദ് ബഷീർ, ഷെരീഫ് കുറുപ്പാലി, മുസ്തഫ എടേപ്പുറം, സുലൈമാൻ അമ്പലപ്പറമ്പ്, ബാബു കുളങ്ങര, അബ്ബാസ് തോഷിബാപുരം, ബാവക്കുട്ടി ബഷീർ, ഒ വി ജോസ്, സെലീം കെ എം, പി സി രാജൻ, മോഹനൻ തോട്ടക്കാട്ടുകര, ജലീൽ ആലുവ എന്നിവർ സംസാരിച്ചു. ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ എസ്.ഐ. അബ്ദുൽ റൌഫ്, എസ്.ഐ. സന്തോഷ് കുമാർ, എസ്.ഐ. താജ് വർഗീസ്, എ.എസ്.ഐ. സാൻവർ തുടങ്ങി മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ആലുവയിൽ ഇതുപോലെ ഒരു ഭീകരമായിട്ടുള്ളൊരു മോഷണം അല്ലെങ്കിൽ ഹൗസ് ബ്രേക്കിംഗ് ഉണ്ടായ സമയത്ത് നമുക്ക് അത് പ്രിവെന്റ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളത് ഇവരെ ട്രേസ് ചെയ്യാനും നമ്മൾ അതിൻ്റെ പുറകെ ഒരു 3-4 ദിവസം ഇതിൻ്റെ പുറകെ വേറെ മറ്റു പല ജോലികളെല്ലാം മാറ്റിവെച്ചിട്ട് നിന്നവരാണ് ട്രേസ് ചെയ്യാൻ പറ്റിയത്. അതുപോലെ തന്നെ ഇവർ ഇത്ര ദൂരെയാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ മറ്റ് എല്ലാം മാറ്റിവെച്ച് ഇറങ്ങി തിരിച്ച് അവർ പോയി പിടിക്കാൻ സാധിച്ചത്. ന്യൂസ് ബ്യൂറോ, ആലുവ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബാ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.